നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ, ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡിസിപ്ലിനെ പറ്റിയുള്ള വിവരങ്ങളാണ്. സാങ്കേതിക വിവരങ്ങളും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും ലളിതമായ രീതിയിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ക്ലിനിക്കൽ ഫാർമക്കോളജി എന്ന് പറയുന്ന വിഷയം അല്ലെങ്കിൽ ഒരു ശാസ്ത്രം പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് മരുന്നുകളെ പറ്റിയാണ്. അതായത് പ്രത്യേകിച്ചും നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളും അതിൻ്റെ സാങ്കേതികമായ വശങ്ങളെക്കുറിച്ചും, അപ്പോൾ പുതുതായിട്ട് നമ്മൾ ഒരു മരുന്നിനെ ഡെവലപ്പ് ചെയ്യുന്ന ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും സാങ്കേതിക വശങ്ങളെക്കുറിച്ചുമാണ് ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റുകളായിട്ടുള്ള നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ക്ലിനിക്കൽ ഫാർമക്കോളജിയിൽ ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡിവൈസ് ഡെവലപ്പ് ചെയ്യുന്ന ഫേസ് ഒരു പുതിയ മരുന്നിൻ്റെ ഹിൻഡ് തൊട്ട് ലീഡ് തൊട്ട് തുടങ്ങി ആ പുതിയ മരുന്ന് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് അത് കോമൺ ആയിട്ട് പബ്ലിക്കിലേക്ക് യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന അവസ്ഥ വരെ തുടരുന്നു. ആ ഡിഫറെൻ്റ് ഡെവലപ്മെൻ്റൽ ഫേസിൽ ഫസ്റ്റ് നമ്മളൊരു മോളിക്യൂൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നു. അത് പ്ലാൻ കെമിക്കൽ ആവാം, അല്ലെങ്കിൽ അനിമൽ കെമിക്കൽസ് ആവാം, അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആവാം, ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആവാം. അത് നമ്മൾ ലാബിൽ ഡിഫറെൻ്റ് മെത്തേഡ്സ് വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനം ഇന്ന എൻസൈമിനകത്ത് ഇന്ന ടാർഗറ്റിനകത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിൻ്റെ മോളിക്കുലർ ഡെവലപ്മെൻ്റൽ ഫേസിലേക്ക് പോകുന്നു. മോളിക്കുലർ ഡോക്കിംഗ് അടക്കമുള്ള പ്രോസസ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ആ ഒരു പ്രാഥമിക വിവരങ്ങൾ നിജപ്പെടുത്തിയതിന് ശേഷം നമ്മളത് അനിമൽസിൽ അല്ലെങ്കിൽ സെൽ കൾച്ചർ പോലുള്ള മീഡിയത്തിൽ ടെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഡോസേജസും അതിൻ്റെ സേഫ്റ്റിയും അതിൻ്റെ എഫിക്കസിയും അതിൻ്റെ ഫലപ്രാപ്തിയും എല്ലാം ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിവരങ്ങൾ ഈ പഠനങ്ങളിലൂടെ ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ആ മനുഷ്യരിലേക്ക് മരുന്നുകൾ ഉപയോഗിക്കുന്നു. ആ മനുഷ്യരിലേക്ക് മരുന്നുകൾ ഫസ്റ്റ് കൊടുക്കുന്ന ഫേസിന് പറയുന്ന പേരാണ് ഫസ്റ്റ് ഇൻ ഹ്യൂമൻ സ്റ്റഡീസ് ഓർ ഫേസ് 1 ക്ലിനിക്കൽ ട്രയൽ, മരുന്ന് പരീക്ഷണം. അത് കഴിഞ്ഞ് പിന്നെയുള്ള തലങ്ങളാണ് ഫേസ് 2, ഫേസ് 3, ഫേസ് 4 എന്ന് പറയുന്ന 3-4 ഘട്ടങ്ങളിലൂടെ ഈ മരുന്നിൻ്റെ പരീക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽ ഫേസും കഴിഞ്ഞതിന് ശേഷമാണ് അതിന് സാങ്കേതിക വശങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ അപ്രൂവൽ, അതിൻ്റെ മനുഷ്യരിലേക്ക് ഉപയോഗിക്കാം, എല്ലാവരിലേക്കും ഉപയോഗിക്കാൻ പാകത്തുള്ള മരുന്നാണ് എന്ന് നിജപ്പെടുത്തി നമ്മൾ മനുഷ്യരിലേക്ക് ഉപയോഗിച്ചു തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ ആ മരുന്നിൻ്റെ കൂടുതൽ സാങ്കേതികമായ വശങ്ങളും അതിൻ്റെ പാർശ്വവശങ്ങളും അതിൻ്റെ വിവിധ പോപ്പുലേഷൻ, കുട്ടികളിലാണെങ്കിലും പ്രഗ്നൻ്റ് ലേഡീസിലാണെങ്കിലും വയസ്സായവരിലാണെങ്കിലും അടക്കമുള്ള മരുന്നിൻ്റെ പ്രവർത്തനങ്ങളും പാർശ്വവശങ്ങളും എല്ലാം ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് ഫേസ് 4 ക്ലിനിക്കൽ ട്രയൽ. അതിന് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് എന്നും അതിന് പറയും. അത് കഴിഞ്ഞ് ആണ് മാർക്കറ്റ് ചെയ്ത മരുന്നുകൾ, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന മരുന്നുകളാണെങ്കിലും അതിനും പാർശ്വഫലങ്ങൾ വരാം. അപ്പോൾ അത് മോണിറ്റർ ചെയ്യുന്ന ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്ന ശാസ്ത്രം വഴിയാണ്. അതും ക്ലിനിക്കൽ ഫാർമക്കോളജിയുടെ പെർസ്പെക്റ്റീവിൽ വരുന്നതാണ്. അപ്പം ഇത് ദൈനംദിനമായിട്ടുള്ള ഒരു മരുന്നിൻ്റെ നിർമ്മാണം തൊട്ട് മരുന്നിൻ്റെ അപ്രൂവൽ തൊട്ട് മരുന്ന് ഉപയോഗം, ദൈനംദിന ജീവിതത്തിൽ എല്ലാ മരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ച് അതിസാങ്കേതികമായ രീതിയിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദമായ രീതിയിലും പഠിക്കുന്ന ശാസ്ത്രമാണ് ക്ലിനിക്കൽ ഫാർമക്കോളജി. നിരന്തരമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ പ്രവർത്തനവും മറ്റു മരുന്നുകളുമായിട്ടുള്ള പ്രതിപ്രവർത്തനവും മറ്റ് ശാസ്ത്രത്തിലെ മരുന്നുകളുമായിട്ടുള്ള പ്രതിപ്രവർത്തനവും എല്ലാം ക്ലിനിക്കൽ ഫാർമക്കോളജിയുടെ പെർസ്പെക്റ്റീവിൽ വീക്ഷണത്തിൽ വരുന്നതാണ്. ഒപ്പം ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ ICUയിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, അല്ലെങ്കിൽ അപസ്മാരത്തിനുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള മരുന്നുകൾ, ഇമ്മ്യൂണിറ്റി വീക്കൻ ചെയ്യാനുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ ക്യാൻസറിന് കൊടുക്കുന്ന മരുന്നുകളെല്ലാം ഒരുപക്ഷെ ഒരു രോഗിയിലെ പ്രതിപ്രവർത്തിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു രോഗിയിൽ. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലും വിവിധ തരം അസുഖങ്ങളും കൂടെ ഉള്ള പേഷ്യൻസിൽ, കിഡ്നി ഡിസീസും ലിവർ ഡിസീസും അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇംബാലൻസ് ഒക്കെ വന്ന പേഷ്യൻസിൽ നമുക്ക് മരുന്ന് കൃത്യമായിട്ടും സൂക്ഷ്മമായിട്ടും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മരുന്നുകളുടെ തോത് അളക്കാൻ കഴിയും. അതായത് മരുന്നുകൾ കൊടുത്തതിന് ശേഷം മരുന്ന് ബ്ലഡ് വിഡ്രോ ചെയ്തതിന് ശേഷം മരുന്നിൻ്റെ തോത് നമുക്ക് അളക്കാൻ കഴിയുന്ന ശാസ്ത്രമാണ് ഫാർമക്കോമെട്രിക്സ്. അത് HPLC പോലുള്ള മെഷീൻസ് വഴി മരുന്നിൻ്റെ തോത് അളക്കാം. ആ തോത് അളന്നതിന് ശേഷം അതും കൂടി അതിൻ്റെ കിട്ടുന്ന ഇൻഫർമേഷൻ കൂടി ഉപയോഗിച്ച് നമുക്ക് ആ മരുന്നിൻ്റെ തോത് പേഷ്യൻസിലേക്ക് കൊടുക്കുന്ന ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും റിയൽ ടൈമായിട്ട്.
അതാത് സമയത്തെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും മരുന്നിൻ്റെ ഫലപ്രാപ്തി കൂട്ടാനും കഴിയും. അതിന് ഫാർമക്കോകൈനറ്റിക്, ഫാർമക്കോ ഡൈനാമിക് മോഡലിംഗ് പോലുള്ള ശാസ്ത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതും ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ വരുന്നതാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ള, ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില പേഷ്യൻസിൽ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സാധാരണ എല്ലാവരിലും ഫലപ്രാപ്തി കാണുന്ന മരുന്നുകളുടെ ഫലപ്രാപ്തി ചില പേഷ്യൻസിൽ കാണുന്നില്ല. അതിന് കാരണം ഒരു പക്ഷേ അവരുടെ ജനിതഘടനയിലെ വ്യത്യാസങ്ങൾ, SNP സിംഗിൾ ന്യൂക്ലിയേറ്റഡ് ജനറ്റിക് പോളിമോർഫസിലെയോ അല്ലെങ്കിൽ ഹാപ്ലോടൈപ്പിലെയോ വ്യത്യാസങ്ങളായിരിക്കും. അപ്പം അത്തരം വ്യത്യാസങ്ങൾ അതിസൂക്ഷ്മമായ രീതിയിൽ പഠനവിധേയമാക്കി അത് നിജപ്പെടുത്തി അതനുസരിച്ച് മരുന്നിൻ്റെ ഡോസ് മാറ്റിയോ അല്ലെങ്കിൽ മരുന്നുകൾ തന്നെ മാറ്റിയോ അതിൻ്റെ ഫലപ്രാപ്തി, ആ അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫലപ്രാപ്തി ഉണ്ടാക്കാനും നമുക്ക് കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളുടെ ഒരു ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റ് എന്ന രീതിയിൽ നമ്മളുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയുമൊക്കെ കാര്യങ്ങൾ ആണ് നമുക്ക് ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഒപ്പം ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ആൻറ്റിബയോട്ടിക്സ് എല്ലാം ഇറാഷണൽ യൂസ് കാരണം, അനിയന്ത്രിതമായ ഉപയോഗം കാരണം അതിൻ്റെ ഫലപ്രാപ്തി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അത് എഫക്റ്റീവായിട്ട് അതിൻ്റെ ഫലപ്രാപ്തി നിലനിർത്താനും ആൻറ്റിബയോട്ടിക് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഉള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെ ഫലപ്രാപ്തി കൂട്ടാനും വേണ്ടി പ്രിസിഷൻ ആൻറ്റിബയോട്ടിക് തെറാപ്പി, നമുക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ തോത് അളന്നിട്ട് അതിനനുസരിച്ച് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ, അല്ലെങ്കിൽ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി, ഓർഗാനിസത്തിൻ്റെ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി നോക്കി ആൻറ്റിബയോഗ്രാം ഉണ്ടാക്കി അതിനനുസരിച്ച് ആൻറ്റിബയോട്ടിക് നിജപ്പെടുത്തി ഇന്ന പ്രദേശങ്ങളിലോ ഇന്ന ഹോസ്പിറ്റലിലോ ആൻറ്റിബയോട്ടിക് കൊടുക്കാനും നമുക്ക് കഴിയും. അതൊരു ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാനതിന് റിപ്ലൈ നൽകുന്നതാണ്. സോ എല്ലാവരും ഇനിയും കാണുക. അപ്പോൾ ഇനിയും ഇത് തുടരും. ക്ലിനിക്കൽ ഫാർമക്കോളജിയുടെ പുതിയ പുതിയ വീക്ഷണങ്ങളും അതിൻ്റെ പുതിയ പുതിയ ശാസ്ത്രങ്ങളുമായിട്ട് ഞാൻ ഇനിയും തുടരും. താങ്ക് യു. ഓക്കെ.